ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ. ഇന്ന് ഒരു ദാൽ പാലക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ആരും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതീവ രുചികരമായിട്ടുള്ള കറിയാണിത്. ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതാകുന്നു. അപ്പോൾ ഈ ദാൽ പാലക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 കെട്ട് പാലക്കാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഇത് തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് 5-6 പ്രാവശ്യം കഴുകുക. അതിനുശേഷം ചെറിയതാക്കിയിട്ട് അരിഞ്ഞ് വയ്ക്കുക കേട്ടോ, ഇതേപോലെ. അപ്പോൾ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം. പരിപ്പ് കട്ടിയായി പോകരുത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്കത് അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഈ പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ പരിപ്പ് നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം അതിലേക്ക് ഇട്ടാൽ. അതിനുശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ, അധികമൊന്നും വേണ്ട, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായാലും ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. ഇത് മസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത്. വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കരുത്, ഇതേമാതിരി അരിഞ്ഞിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് 1 മിനിറ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞ് ചേർന്നാൽ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നോർത്ത് ഇന്ത്യയിൽ മസ്റ്റായിട്ട് അവരിട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം കരിയാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ നമുക്ക് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റുക എന്നാണ് ഇതിൻ്റെ പോളിസി. അപ്പോൾ നമുക്ക് വീണ്ടും വഴറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയിച്ചെടുക്കാം. ഇവിടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാലക്കത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചാൽ നമ്മുടെ പാലക്ക് ഇവിടെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ പാലക്ക് ഇവിടെ വെന്തതായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഈ പാലക്കിൻ്റെ രുചി മാറിപ്പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇനി വേവിച്ച് വെച്ച പരിപ്പ് വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് സ്വല്പം കട്ടി കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഗ്രേവി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ പാകത്തിലാണ് നമുക്കിത് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഒരുപാട് ലൂസായിട്ട് വെച്ചാൽ ഇത് നന്നായിരിക്കില്ല. ഇപ്പം നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇതിലേക്കൊരു സ്പെഷ്യൽ വറവ് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നെയ്യ് ചൂടായാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ദാൽ പാലക്കിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വിഭവമായ അതീവ രുചികരമായ ദാൽ പാലക്ക് ഇവിടെ റെഡി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അവസാനം ഞാൻ ഇതിലേക്ക് ചപ്പാത്തി കൂടി ചുടുന്ന ഒരു പോർഷൻ ഉണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മോക്കുതല. ബായ്.